ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ് തന്നെ. അത് റേപ്പാണ്. അദ്ദേഹത്തിൻ്റെ സർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇത് എങ്ങനെയാണ് കൊള്ളുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സിദ്ദിഖ് കൊടും ക്രിമിനലാണ്. വലിയ സ്വപ്നങ്ങളുമായി സിനിമാ ലോകത്തേക്ക് എത്തിയ തന്റെ ജീവിതം തന്നെ നശിപ്പിച്ചത് സിദ്ദിഖാണെന്നും നടി പറയുന്നു. അയാൾ നമ്പർ 1 ക്രിമിനലാണ്. ഹി ഷുഡ് ആസ്ക് ടു ഹിംസെൽഫ്. അത്രത്തോളം വേദന തന്ന് ഞാൻ അതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എൻ്റെ സ്വപ്നം, ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട സമയം, ധാരാളം തരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസ്, അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. +2 കഴിഞ്ഞ സമയത്താണ് തനിക്ക് മോശം അനുഭവം ഉണ്ടാകുന്നത്. ഫേസ്ബുക്കിൽ മെസ്സേജുകൾ അയച്ച സിനിമയുടെ ഡിസ്കഷൻ എന്ന പേരിലാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചതെന്നും നടി പറയുന്നു. സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത്, ഇയാൾ അതിന് യൂസ് ചെയ്യുന്നൊരു അക്കൗണ്ട് തന്നെ ഉണ്ട്. ഫേക്കായിട്ട് തോന്നും, പക്ഷേ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. വേറെ പലർക്കും അയാൾ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾക്കടക്കം അവർ പേഴ്സണലി പറഞ്ഞതാണ്, പബ്ലിക്കായിട്ട് അവർ വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത്. ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ നില തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ. അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിൻ്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. ഇപ്പോൾ കാണുന്ന മുഖമല്ല അയാളുടേത്. അയാൾ അടിക്കുകയും ഇടിക്കുകയും ചെയ്തുവെന്നും നടി പറയുന്നു. ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടിക്കഴിച്ചൊരു മനുഷ്യനാണ്. അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലർത്തി അയാൾ സംസാരിച്ചിട്ടുണ്ട്. വൈരുദ്ധ്യ ആഹാരങ്ങൾ, അങ്ങനെ എന്തോ ഒരു വാക്ക്, അങ്ങനത്തെ ഉള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു പോയ ഒരാളാണ്. പരാതി പറഞ്ഞപ്പോൾ സ്ഥിരം സംഭവമാണ് എന്ന രീതിയിൽ എല്ലാവരും പ്രതികരിച്ചു. എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് പോലെയാണ് തോന്നിയത്. ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസും തന്നിട്ടില്ല. ബീറ്റ് എനി വൺ, ബീറ്റ് എനി സിസ്റ്റം, ബീറ്റ് എനിത്തിങ്. എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നത്, ഈ ലോകത്ത് തന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത്, ഒന്ന് എനിക്ക് വേണ്ടി ഞാൻ, രണ്ടാമത് എൻ്റെ അമ്മ, മൂന്നാമത് എൻ്റെ അച്ഛൻ. ഈ 3 വ്യക്തികളല്ലാണ്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നടിയുടെ പരസ്യമായ വെളിപ്പെടുത്തൽ കൂടി വന്ന സാഹചര്യത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖിനെതിരെ നിയമ നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സുധീഷ് തിരുവല്ലയോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.